ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം. ശ്ലോകം 25 മുതൽ. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമാസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമത്തിൻ്റെയും രാത്രിയുടെയും കൃഷ്ണപക്ഷത്തിൻ്റെയും 6 മാസങ്ങളടങ്ങിയ ദക്ഷിണായനത്തിൻ്റെയും വഴിക്ക് ദേഹം വെടിഞ്ഞു പോകുന്ന യോഗി ചന്ദ്രപ്രകാശത്തോടു കൂടിയ സ്വർഗത്തെ പ്രാപിക്കുന്നു. ശുക്ലകൃഷ്ണേ ഗതീഹ്യത്തെ ജഗതഃ ശോച്യത്തെ മതേ ഏകയായത്തനാവൃത്തിമന്യയാ വർത്തതേ പുനഃ. ശുക്ലമാർഗേനയും കൃഷ്ണമാർഗേനയുമുള്ള ഈ 2 ഗതികളും പ്രപഞ്ചത്തിൽ ശാശ്വതമായിട്ടുള്ളതാണ്. അവയിൽ ഒന്നിൽ കൂടിയുള്ള ഗതിയാൽ മോക്ഷത്തെയും മറ്റേതിൽ കൂടിയുള്ള ഗതിയാൽ പുനർജന്മത്തെയും പ്രാപിക്കുന്നു. നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഖേതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്ത ഭവാർജുന. അർജുന, ഈ മാർഗങ്ങളെ അറിയുന്ന ഏതൊരു യോഗിയും മോഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ കാലത്തിലും ഏകാഗ്രചിത്തനായി ഭവിച്ചാലും വേദേഷു യജ്ഞേഷു തപസ്സു ചൈവാം ദാനേഷു യൽ പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി സർവമിതം വിദിത്വ യോഗി പരം സ്ഥാനമുപൈതി ചോദ്യം. അങ്ങനെ അറിഞ്ഞ് വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സുകളിലും ദാനങ്ങളിലുമുള്ള ഏത് പുണ്യഫലത്തെ ഉദ്ദേശിച്ചിരിക്കുന്നുവോ അത് മുഴുവനും യോഗി പിന്തള്ളിക്കളയുന്നു. എന്നിട്ട് പുരാതനമായ പരമപദത്തെ പ്രാപിക്കുന്നു. അക്ഷരബ്രഹ്മയോഗം എന്ന 8-ാം അധ്യായം സമാപ്തം.